ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോഴുള്ളത് റവറൻഡ് ഡോക്ടർ എം.എസ്. സാമുവലിനോടൊപ്പമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒന്നാം ഭാഗം നമ്മൾ കേട്ടുകഴിഞ്ഞു. 1961 അമേരിക്കയിലെത്തി, അതായത് 65 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പഠനത്തിന് വേണ്ടി അമേരിക്കയിലെത്തിയ ഈ ദൈവദാസൻ അമേരിക്കയിൽ ആദ്യത്തെ മലയാളി പെന്തക്കോസ്ത് സഭ സ്ഥാപിക്കുവാൻ കാരണമായി തീർന്നു. അദ്ദേഹവും തൻ്റെ സ്നേഹിതരായ മറ്റു ചിലരും ചേർന്നാണ് ആ സഭയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്നും ന്യൂയോർക്ക് പട്ടണത്തിലെ ഏറ്റവും വലിയ 2 മലയാളി പെന്തക്കോസ്ത് സഭകൾ, അതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ് പാസ്റ്റർ എം.എസ്. സാമുവൽ. അതിനുശേഷം അദ്ദേഹം അമേരിക്കൻ സഭകളുമായുള്ള ബന്ധത്തിലേക്ക് പോവുകയും വളരെ ശക്തമായ നിലയിൽ അമേരിക്കക്കാരുടെ ഇടയിൽ സഭാശുശ്രൂഷയിൽ സജീവമാകുകയും പ്രയോജനപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അദ്ദേഹം ഇന്ത്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. നിരന്തരമായി ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പിന്നീടുണ്ടായി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി ദീർഘകാലഘട്ടം അദ്ദേഹം ശുശ്രൂഷിച്ചു. അവിടെ സഭകൾ വളരുവാനും അവിടെ വലിയൊരു ആസ്ഥാനം ഉണ്ടാകുവാനും ഒക്കെ ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ദൈവം അദ്ദേഹത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് വീണ്ടും പ്രവേശിക്കാം, ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. അച്ഛാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്നത് ന്യൂയോർക്കിൽ മലയാളി സഭ സ്ഥാപിച്ച് 7 വർഷം ശുശ്രൂഷിച്ചു. അതിനുശേഷം അമേരിക്കൻകാരുടെ ഇടയിലേക്ക് മിനിസ്ട്രി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ മാറ്റി. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മലയാളികളുടെ ഇടയിൽ ശുശ്രൂഷയിൽ കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. യെസ്, അതായത് 1973 ആ സഭ ഞാൻ രജിസ്റ്റർ ചെയ്തു. 68 മുതൽ 73 വരെ രജിസ്റ്റർ ചെയ്യാത്ത സഭയായിട്ട് അത് അതെ. അന്നേരം ഇവിടെ 2-3 ചെറിയ സഭകളൂടെ ഉണ്ടായിരുന്നു. അതായത് ചർച്ച് ഓഫ് ഗോഡിൻ്റേതും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റേതും ചെറിയ സഭകളുണ്ട്. എന്നാൽ 1974 ആണെന്ന് തോന്നുന്നു കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നു. ബോംബെയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ കെ വി കുര്യൻ സഭയിൽ IPCയുടെ ബോംബെയിലെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ കെ വി കുര്യൻ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുവാ പരിപാടി? വല്ല ഇംഗ്ലീഷ് സഭകളിൽ ഞാൻ വല്ല മീറ്റിങ്ങുകളും വല്ലതും അറേഞ്ച് ചെയ്യാം. അന്ന് മലയാളികൾ അധികം ഇല്ലല്ലോ. എന്നാലും പറഞ്ഞു, എനിക്ക് ഇവിടെ കാണും വല്ല ബൈബിൾ കോളേജിലും കാണാം ഒന്ന് പഠിക്കാൻ ഒക്കുമോ? അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് പോകാനാണോ പഠിക്കാനാണോ എന്ന് ചോദിച്ചു. അല്ലാതെ എങ്ങനെയാണ് നിന്ന് പോകുന്നത്? ഞാൻ പറഞ്ഞു, അത് സാരമില്ല, പഠിക്കാനാന്നേ ഞാൻ 1-2 പറഞ്ഞു തരാം. അതല്ല നിന്ന് പോകാനാണില്ല, ഒന്നുമല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു, കുരിച്ച അടുത്ത ഞായറാഴ്ച എവിടെ ആരാധനയ്ക്ക് പോകുന്നു? ഒന്നും ഇതുവരെ ഒന്നും. ഞാൻ പറഞ്ഞു, അങ്ങോട്ടൊക്കെ പോരാ. എന്നിട്ട് പുള്ളി അടുത്ത ഞായറാഴ്ച വന്നു. അപ്പം ഞാൻ സഭയിൽ നിന്നൊന്നും മാടിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ട്രഷററോട് പറഞ്ഞു, പുള്ളി വരുന്ന ഉടനെ അദ്ദേഹത്തിന് ഒരു ചെക്ക് കൊടുത്തേക്കണം. കാരണം പുള്ളിയുടെ ഫാമിലി ബോംബെയിലുണ്ട്, അവർക്ക് ജീവിച്ചു പോകേണ്ടത്. അങ്ങനെ പുള്ളി വരുമ്പം ഞാൻ പുള്ളിക്ക് ഓരോ ചെക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അവരതുപോലെ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ അപ്പം 2-3 പ്രാവശ്യം ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യുക, ഇനി എൻ്റെ വിളിക്ക് വേണ്ടി നോക്കിയിരിക്കണ്ട, വേറെ മീറ്റിംഗ് ഒന്നും ഇല്ലാത്തപ്പോൾ അങ്ങോട്ടങ്ങ് പോരണം, പിന്നെ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചേച്ചാൽ മതി. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് ക്രമീകരിക്കാം. അങ്ങനെ പിന്നെ 1 വർഷത്തോളം എൻ്റെ ഓർമ്മ ശരിയാകുന്നില്ല, പുള്ളി അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ബോംബെയിൽ നിന്ന് വന്ന ചില സഹോദരന്മാർക്കൊരു താല്പര്യമുണ്ടായി, പുള്ളിയെ ഇവിടുത്തെ സീനിയർ പാസ്റ്ററായിട്ട് എടുക്കണമെന്ന്. ചുരുക്കത്തിൽ അങ്ങനെ പറഞ്ഞു എടുത്തും അന്ന് ഞങ്ങൾക്ക് 39 സഭയുണ്ട്, 39 ഫാമിലി കുടുംബങ്ങളുണ്ട്, 90-95 പേര് കൂടാനുണ്ട്. അന്ന് മലയാളികൾ അധികം ഇല്ലെന്ന് ഓർത്തു. എന്നിട്ട് ആ 90 അത്രയും ആളുകൾ കൂടി. അപ്പോൾ ബോംബെയിൽ നിന്ന് വന്ന സഹോദരന്മാരും മറ്റുള്ളവരും കൂടെ ഒരു 17 ഫാമിലി പുള്ളിയുടെ കൂടെ ഉണ്ട്.
എന്നോട് വേറെ ഒരാൾ പറഞ്ഞതാണ്. എന്നെ തുടർമായിട്ട് വെക്കണമെന്നുള്ളത് 22 ഫാമിലിയുണ്ട്. അപ്പോൾ സഭയിലൊരു ഭിന്നതയുടെ ഒരു ലാഞ്ചന ഉണ്ടായി. അതെ. അപ്പം നമുക്കപ്പോൾ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, നമുക്ക് വേണേ അങ്ങ് മാറിപ്പോടാ. ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴില്ല, ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നത് ശലോമോൻ്റെ അടുത്തിട്ട് ഒരു സ്ത്രീ കടന്നു വന്നിട്ട് ആ കൊച്ചിനെ മുറിച്ചാന്നേലും പകുതി എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട, കുര്യച്ചന്തനെ എടുക്കട്ടെ, പുള്ളി അത് മുഴുവൻ എടുക്കട്ടെ, ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കി തരും. തീർച്ചയായിട്ടും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വരിയിൽ ദൈവം എനിക്ക് വഴി ഒരുക്കി തന്നേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് ഇത് പ്ലാനുണ്ട്. അങ്ങനെ എനിക്കൊരു ധൈര്യം തന്നു. അതോടുകൂടിയിട്ട് ഞാൻ ഒടുവിലത്തെ ഒരു മാർച്ച് മാസത്തിലായിരുന്നു, 75 മാർച്ചിൽ സഭക്കാട് കൂടിയിട്ട് പറഞ്ഞു എന്തോ അത് പറഞ്ഞെന്നെ ചിലർക്കൊരു താല്പര്യം ഉണ്ടായി, പുള്ളിയെ സീനിയർ പാസ്റ്ററായിട്ട് അങ്ങ് എടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തു, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഞാൻ അവിടത്തേക്ക് പോയി ചെയ്തായിരുന്നു. അല്ലാതെ എനിക്ക് അന്നും ഇന്നും സഭ മുറിക്കുന്നതിൽ എനിക്കിഷ്ടമില്ല, താല്പര്യം. നോ, എനിക്ക് ശക്തമായിട്ടറിയാം ദൈവം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഒരു വഴി അടയ്ക്കുമ്പോൾ ഒരു ബെറ്ററായിട്ടുള്ള വഴി തുറക്കാനാണ്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ വളരെ അല്ലെങ്കിലും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് അച്ഛൻ്റെ ഉപജീവന പ്രശ്നം അല്ല. ഞാൻ ഉപജീവനത്തിന് വേണ്ടി പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ടേ ഇല്ല. എനിക്കന്ന് വാൾ സ്ട്രീറ്റിൽ നല്ല ജോലിയുണ്ട്, എൻ്റെ വൈഫിന് നല്ല ജോലിയുണ്ട്, ഇന്ത്യയിലെ പല വേലയ്ക്കും നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ഒടുവിൽ ആ സഭ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേന് എനിക്ക് വലിയ മനപ്രയാസമായി. അപ്പോൾ എന്നോട് എൻ്റെ വൈഫ് ചോദിച്ചു, അച്ഛാ അടുത്ത ഞായറാഴ്ച നമ്മൾ എവിടാ ആരാധനയ്ക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞു എങ്ങും പോകുന്നില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ ഇനിയും എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരുന്നത് വരെ ഞാനെങ്ങും പോകുന്നില്ല. ചുരുക്കത്തിൽ ചങ്ക് പൊട്ടി അടുത്ത 6 ദിവസം ഞാൻ രാത്രി ഉറങ്ങാതെ അങ്ങ് പ്രാർത്ഥിച്ചു. 6-ാം ദിവസം, അതായത് ശനിയാഴ്ച രാത്രിയിൽ, അല്ലെ ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ശനിയാഴ്ച രാത്രിയിൽ ഒരു 12 മണിയായതിനെ അല്പം ഒന്ന് കണ്ണടച്ചപ്പം ഫിലദൽഫിയയിൽ നിന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, അതായത് പാസ്റ്റർ MK ചാക്കോച്ചൻ്റെ മകന്, ഡൽഹിയിലുണ്ടായിരുന്ന MK ചാക്കോച്ചൻ്റെ മകന് ജയിക്കപ്പ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ബ്രദർ സാമുവൽ എനിക്കൊരു വലിയ ഉപകാരം നാളെ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചു ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചിട്ട് എന്തോ ഉപകാരമാണ് വേണ്ടിയെന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ അത്ര വളരെ ക്ലോസാണ്. എൻ്റെ പപ്പായ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പായിക്ക് ഞാൻ ഓർക്കാതെ 2 മീറ്റിംഗ് ക്രമീകരിച്ചു. പപ്പായിക്ക് ഒരിടത്തേ പോകാൻ ഒക്കത്തുള്ളൂ. അടുത്ത ദിവസത്തെ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ആ പാസ്റ്റർ എന്നെ ഏൽപ്പിച്ചാ പോയിരിക്കുന്നത്. എന്നാൽ പപ്പായെ കൊണ്ട് പ്രസംഗിപ്പിക്കാമെന്നാണ് ഞാൻ ഓർത്തത്. പപ്പായെ അവിടെ കൊണ്ടുവരാൻ ഒക്കത്തില്ല, ബ്രദർ വന്ന് അവിടെ പ്രസംഗിക്കണം, അമേരിക്കൻ ചർച്ച. ഞാൻ ചോദിച്ചു ഇത് ആരുടെയാണ്? അപ്പോഴാണ് എന്നോട് പറയുന്നത് ഇപ്പോൾ RW ഷാംബാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബ്രദർ ലോയുടെ സഭയാണ് ഫിലദൽഫിയയിൽ. ഹാരി ഡാണൽഡ്, 100 കണക്കിന് ആളുകളുള്ള ഒരു സഭയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, നീ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ മറുപടിയാണ്. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നുണ്ടെ അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരും എല്ലാമായിട്ട് 100 കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. ഞാൻ പ്രസംഗിച്ചു, അനുഗ്രഹിക്കപ്പെട്ട 6 ദിവസത്തെ നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ രാവിലത്തെ ആരാധന വളരെ ശക്തമായിരുന്നു. അനേകർ മുന്നോട്ട് വന്നു. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പലരും മുന്നോട്ട് വന്നല്ലോ. അതിൽ ഒരു സ്ത്രീയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. രക്ഷിക്കപ്പെടാനായിട്ട് മുന്നോട്ട് വന്നെ അവരുടെ പോക്കറ്റ് ബുക്കിലുണ്ടായിരുന്ന ഒരു കെട്ട് സിഗരറ്റ് അടുത്തുള്ളതായ ഗാർബേജ് ബാഗിലിട്ട് ഇട്ടേച്ചാ ഇങ്ങോട്ട് വന്നത്. അപ്പം അവരുടെ ആ കണ്ണുനീരോടെ. ചുരുക്കത്തിൽ ഞാൻ അവിടുന്ന് അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു എനിക്ക് അവിടുന്ന് ഒരു ഓഫറിങ് അവരെടുത്ത് തന്നു. ആ ഓഫറിങ് ഞാൻ കൊണ്ടുവന്നത് തന്നെ ഒരു വലിയ ബ്രൗൺ ബാഗിൻ്റെ അകത്താണ്. അതുപോലെ അവർ തന്നത്. ഇവിടുത്തെ ഓഫറിങ് മുഴുവൻ അച്ഛന് തന്നു. അത് മുഴുവൻ എനിക്ക് തന്നു. എനിക്ക് വേണ്ടി എടുത്ത ഓഫറിങ്. അവർ രണ്ട് ഓഫറിങ് ഉണ്ട്. ചർച്ചിൻ്റെ ഓഫറിങ് ഉണ്ട്, പിന്നെ സ്പീക്കർ. ഇതൊക്കെ നമ്മുടെ മലയാളി ചർച്ചുകളും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് മറ്റേത് അവർ പുറകിൽ പോയിട്ട്
ഇങ്ങനെ ചിന്തിക്കും ആർക്ക് എന്തോ കൊടുക്കണമെന്ന്. അതൊന്നുമില്ല, അനുഗ്രഹിക്കപ്പെടുന്ന അനുസരിച്ച് അവർ കൊടുക്കുന്നത്. അതെ. അങ്ങനെ എനിക്ക് അവിടെ വന്ന് ഇവിടെ ഞാൻ ന്യൂയോർക്കിൽ കൊണ്ടുവന്നു. ചൊവ്വാഴ്ച പകൽ പാസ്റ്റർ ഹാരി ഡൊണാൾഡ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ബ്രദർ സാമുവൽ, വാട്ട് ഡിഡ് യു ഡു ടു മൈ ചർച്ച്? എൻ്റെ ചർച്ചിൽ നീ എന്തോന്നാ ചെയ്തേച്ചു പോയത്? ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ പലരും വിളിച്ചു പറയുന്നു നിൻ്റെ പ്രസംഗം ഇനിയും കേൾക്കണമെന്ന്. ഞാനൊന്നും ചെയ്തില്ല. അടുത്ത ഞായറാഴ്ച നീ എന്തുവാ ചെയ്യുന്നത്? നോ നാളെ നീ എന്തുവാ ചെയ്യുന്നത്? സാറ്റർഡേ വിളിക്കുന്നത്. ഇത് അല്ല, ഇത് ചൊവ്വാഴ്ചയാ. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഇല്ല. ഇന്ന് ഷാംബാക്കിനോട് ഞാൻ പറയാം, ഞാനും ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാമിൽ അനൗൺസ് ചെയ്യാം, നാളെ തൊട്ട് ഇവിടെ വന്ന് നീ പ്രസംഗിക്കണം. ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ. ഞാനിവിടുന്ന് ഫിലദൽഫിയയിൽ ചെന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചു. ഞായറാഴ്ച പ്രസംഗം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞെന്നെ എന്നോട് ചോദിക്കുക, അടുത്ത ആഴ്ച നീ എന്ത് കൊടുക്കുക? ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞു. ശരി, അടുത്ത ആഴ്ചയൂടെ പ്രസംഗിച്ചു. അടുത്ത ആഴ്ചയൂടെ പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ ന്യൂയോർക്കിൽ വന്നിട്ട് എന്നോട് പറയുക, നീ അടുത്ത ചില ആഴ്ചകളിലേക്ക് ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് വരണം. വെള്ളി, ശനി, ഞായറാഴ്ച പ്രസംഗം. അവരെന്നെ പണസംബന്ധമായിട്ട് വളരെ സഹായിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. 75 ബന്ധം വന്നു കഴിഞ്ഞാൽ ജോലി റിസൈൻ ചെയ്തു. ഏതായാലും അങ്ങനെ പിന്നെ 6 മാസം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഫിലദൽഫിയയിലെ ഗ്രേഹൗണ്ട് ബസ്സിൽ പോയി. വെള്ളിയാഴ്ച പോവുക, തിങ്കളാഴ്ച വരിക. ഇങ്ങനെ പ്രസംഗിച്ചു. സഭ ഇരട്ടിയായി. സഭയുടെ മെമ്പർഷിപ്പ് ഇരട്ടിയായി പുള്ളിക്ക് തന്നെ. അപ്പം ഒരു 6 മാസം കഴിഞ്ഞ് പുള്ളി എന്നോട് പറയുക, ബ്രദർ ഷാംബാക്ക് ചിക്കാഗോ, ഈ ഷാംബാക്ക് എന്ന് പറയുന്ന ആളിനെ 54 ഞാൻ കണ്ടതാണ്. എവിടുന്ന് കണ്ടു? ഷാരോൻ ഫെലോഷിപ്പിൽ അവിടെ ഒരു വലിയ ക്രൂസൈഡ് നടത്തി. PJ തോമാച്ചന്റെ തിരുവല്ലയിൽ വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. A അല്ലൻ, RW ഷാംബാക്ക്, ജോൺ ഡഗ്ലസ്, ഇവർ 3 പേര് വന്നു. മലയാള മനോരമയിലൊക്കെ അതിൻ്റെ വലിയ വാർത്ത വന്നതാ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഇന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഞാൻ തിരുവല്ലായി പോയി. 3 സാഹിബ്മാരെ ഒന്നിച്ച് കാണാനാണ് പോയത്, അല്ല പ്രസംഗം കേൾക്കാനൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രധാന ആൾ അല്ലനായിരുന്നു. അന്ന് അത്ഭുതം ഞാൻ കണ്ടു. ഒരത്ഭുതം, ഒരു ഉച്ചക്കലത്തെ സെഷനെ ഞാൻ അവിടെ കണ്ടുള്ളൂ. കഴുത്തില്ലാത്ത ഒരു കൊച്ച്, 12 വയസ്സുള്ള ഒരു കൊച്ചിനെ മുന്നോട്ട് കൊണ്ടുവന്നു. അതിന് കഴുത്തില്ല, ചേർന്നിരിക്കുക. എന്നിട്ട് അല്ലൻ പറയുന്നത് ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു, ദ നെക്ക് ഈസ് കമ്മിങ്, കഴുത്ത് വരുന്നു. അത്രയും പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, കഴുത്ത് വരുന്നു. കഴുത്തില്ലാത്ത ഒരു കൊച്ചിൻ്റെ കഴുത്ത് കർത്താവ് അവിടെ സൃഷ്ടിച്ചു കൊടുത്തു. അന്നത്തെ അല്ലനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഷാംബാക്ക്. അങ്ങനെ ഷാംബാക്ക് അന്നൊരു ചെറുപ്പക്കാരനായിരുന്നു പുള്ളി. അപ്പോൾ ആ പേര് ഞാൻ കേട്ടു. അപ്പം ശരി എന്നോട്, അപ്പം പുള്ളിയുടെ ബ്രദറിലോ എന്നോട് പറയുകയാണ്, ഷാംബാക്ക് ചിക്കാഗോയിൽ പുള്ളി ഒരു വർഷം ചിക്കാഗോയിലുള്ള മിറക്കിൾ ടെമ്പിളിൽ 10,500 പേർക്ക് ഇരിക്കാവുന്ന ഒരു സഭയാണ്. പുള്ളി ക്രൂസൈഡ് നടത്തുന്നുണ്ട് 3 ദിവസത്തേത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷാംബാക്ക് അവിടെ വരുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് പുള്ളിയോട് പറഞ്ഞു, നീ അവിടെ പോയി പുള്ളിയെ കാണണം. അങ്ങനെ ഞാൻ പുള്ളി പറഞ്ഞ അനുസരിച്ച് ഷിക്കാഗോയ്ക്ക് പോയി. പുള്ളി താമസിക്കുന്ന ഹോളിഡേ ഇന്നിൽ തന്നെ ഞാനും പോയി താമസിച്ചു. പുള്ളിയുടെ മുറി പോയി മുട്ടിയ ഉടനെ പുള്ളി എന്നെ നോക്കി. പുള്ളിയെ കണ്ടാൽ ഒരു ഫെലിസ്ത്യൻ, മല്ലനായ ഫെലിസ്ത്യൻ്റെ കൂട്ട്, എന്നെ കണ്ടാൽ ദാവീദിൻ്റെ കൂട്ട്, എനിക്ക് ഒരു വലിയ മനുഷ്യൻ. അപ്പോൾ എന്നെ കണ്ടിട്ട് ചോദിക്കാം, സോ യു ആർ ബ്രദർ സാമുവൽ? ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെ ഹോളിഡേയിന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ പുള്ളി എന്നോട് പറയും, ബ്രദർ സാമുവൽ, കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്കൊരു റെസ്റ്റുമില്ല. 2-3 പ്രാവശ്യം പ്രസംഗിച്ച് എൻ്റെ തൊണ്ടയും പോയി, ഞാൻ അങ്ങ് കുഴപ്പി. ഇന്നുമായിട്ട് നീ പ്രസംഗിക്കണം. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം പുള്ളിയുടെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി കാനഡയിൽ നിന്നും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മണിക്കൂർ കണക്കിന് ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നിടത്ത് ഞാൻ പ്രസംഗിച്ചാൽ എങ്ങനെയാണ് പറ്റുന്നത്? ഇല്ല, എന്നോട് ഹാരി പറഞ്ഞു, നീ ദൈവജനം സംസാരിക്കും, നീ ഇന്ന് പ്രസംഗിക്കണം, എനിക്കും ഒന്ന് കേൾക്കണം. ഞാനൊരു പ്രസംഗ കൊതിയനാ.
ഞാൻ പറഞ്ഞു ശരി പ്രസംഗിക്കാം. ഞാൻ ഓർക്കുന്നു ഞാൻ അന്ന് പ്രസംഗിച്ചത് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന ഉഷിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നവനെ ഞാൻ കണ്ടു. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. അന്ന് ദൈവം ശക്തമായി പ്രവർത്തിച്ചു. ആ ദൂതങ്ങ് പ്രകാശിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആളുകൾ ഇറങ്ങി ഓടി കരഞ്ഞ് മുന്നോട്ട് വന്ന സമയം ഞാൻ ഓർക്കും. ഓൾട്ടർ കോൾ കൊടുത്തോണ്ട് എന്നെ സഹായിക്കാൻ ആ ഷാമ്പാക്ക് അവിടെ വന്ന് നിന്നത്. കാരണം 100 കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നു. വലിയ ആത്മപകർച്ച. എന്നിട്ട് പുള്ളിയുടെ വണ്ടിയെ കയറി എന്നോട് പറഞ്ഞ് ഐ ലൈക്ക് യുവർ പ്രീച്ചിങ്, ഐ വോണ്ട് യു ടു ഡു ഇറ്റ് ടുമോറോ. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു തൃപ്തിയായി. ശനിയാഴ്ച രാത്രി പ്രസംഗിച്ചു. ഞായറാഴ്ച രാവിലെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞായറാഴ്ച പ്രസംഗിച്ച് കഴിഞ്ഞ് കാറേ കയറി എന്നോട് ചോദിക്കുക ഈ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരിക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുക, നീ അതിനെക്കുറിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. അമേരിക്കൻ എയർലൈൻസിന് എല്ലാ മണിക്കൂറിലും ചിക്കാഗോയ്ക്ക് ഫ്ലൈ വരുന്നുണ്ട്. നീ ഇവിടെ ഈ ഹോളിഡേയിൽ തന്നെ താമസിച്ചോണം. നിൻ്റെ ഫ്ലൈറ്റിൻ്റെ കാര്യം ഞാൻ എടുത്തോളാം. നിൻ്റെ എല്ലാ വീക്കെൻഡിലും ഞാനൊരു ലവ് ഓഫറിങ് ഇവിടെ എടുക്കത്തക്കവണ്ണം ക്രമീകരിച്ചു പോകാം. അല്ല ശമ്പളമായിട്ടൊന്നും തന്നില്ല. ആ ശമ്പളത്തിനെക്കാട്ടിലൊക്കെ ലവ് ഓഫറിക്കാൻ നല്ലത്. പിന്നെ ചുരുക്കത്തിൽ പിന്നെ 6.5 വർഷം ന്യൂയോർക്കിൽ താമസിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഷിക്കാഗോയിൽ ഞാൻ പോയി പ്രസംഗിച്ചു. 100 കണക്കിന് ആളുകളെ ഞാൻ സ്നാനപ്പെടുത്തി. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു ഷാമ്പാക്ക് എവിടെ പോവാ? ഷാമ്പാക്ക് അവിടെ ഇല്ലല്ലോ. ഷാമ്പാക്ക് കറങ്ങി നടക്കുക. പുള്ളി ഇങ്ങനെ അപ്പോസ്തോലിക മിനിസ്ട്രിയാ. പുള്ളി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വരുമെന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ ലീഡർഷിപ്പൊക്കെ പുള്ളി വഹിക്കുന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ചിക്കാഗോയിലെ മിറക്കിൾ ടെമ്പിളിൻ്റെ സീനിയർ പാസ്റ്റർ ഞാനാ. പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും. ഇത്രയേ ഉള്ളൂ. പുള്ളിക്ക് ഓഫീസുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ചുരുക്കത്തിൽ അങ്ങനെ ദൈവം അത്ഭുതകരമായ. ചർച്ച് ഇപ്പോഴും ഉണ്ടോ? ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ആ ചർച്ച് ബിൽഡിങ് നഷ്ടമാകുമോ ഏതാണ്ടൊക്കെ ചെയ്തു. ഞാൻ അവിടെ നിന്ന് പോകുന്നേ പിന്നെ അവിടെ അത് 3 മാറി. അത് 3 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന 3 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ 3 തട്ടായിട്ട് എടുത്തുകൊണ്ട് പോകും. ബിൽഡിങ് അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഏതായാലും അല്ല ഞാൻ പറഞ്ഞത് അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. എനിക്കൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. അപ്പം ഞാൻ ആരോടും ഞാൻ പറയാം, നമ്മൾ ദൈവമക്കളാണെന്ന് വരിയിൽ, ദൈവ വിളിയുണ്ടെന്ന് വരിയിൽ നമ്മുടേതായിട്ട് കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അതൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശുശ്രൂഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫാദർ ഒരു പാസ്റ്ററായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പിന്നെ അന്ന കാലത്തൊന്നും നമ്മളൊന്നും കണ്ടുകൊണ്ടല്ലല്ലോ ഒരു മേഖലയിൽ പോയി പ്രവർത്തിക്കുന്നു. ദൈവം അയച്ചിട്ട് വരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. ഇന്നാണ് നമ്മൾ ഈ സ്ഥലം മാറ്റവും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള ചരടുവലികളും നടത്തിപ്പ് അവർ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായി. ദൈവിക നടത്തിപ്പ് ദൈവം യഥാർത്ഥമായി വിളിച്ചുവെന്ന ബോധ്യമുണ്ടെങ്കിൽ ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കണം. നമ്മുടെ വഴികളെല്ലാം ദൈവം ഓർഡർ ചെയ്തിരിക്കുന്ന വഴികളാണ്. ദ സ്റ്റെപ്സ് ഓഫ് എ റൈച്ചസ് മാൻ ആർ ഓർഡർഡ് ബൈ ദ ലോർഡ് എന്നാണ്. അതിനെക്കുറിച്ചൊരു പ്രാസംഗികം പറയുന്നത് ദ സ്റ്റോപ്സ് ഓഫ് എ റൈച്ചസ് മാൻ. നമ്മുടെ ജീവിതത്തിൽ അയ്യോ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിപ്പോയല്ലോ, ഇനി ഞാൻ വിഷമിക്കണ്ട, ഒരു പുതിയ പാരഗ്രാഫ് തുടങ്ങാൻ പോവുക. അതാണ് ദൈവം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് എന്തോ ചെയ്യാൻ ഉള്ളതായിരുന്നു. എന്നാൽ ദൈവം അടുത്തൊരു പാരഗ്രാഫ് തുടങ്ങുക. അവിടെയാണ് ഷാമ്പാക്കിൻ്റെ അത് 100 കണക്കിന് ആളുകൾ. ഷാമ്പാക്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല, മരിച്ചുപോയി. പുള്ളിക്ക് 2 ആമക്കളും ഒരു മോളുമായിരുന്നു. ആമക്കൾ 2 പേരും ഏതോ പ്രൊഫഷണലായി അങ്ങ് പോയി. ആ മോള് ഏതൊക്കെയോ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും എഫക്റ്റീവായിട്ടൊന്നും വന്നില്ല. ഓക്കെ. ഈ ഷാമ്പാക്കിൻ്റെ അവിടുത്തെ മിനിസ്ട്രിക്ക് ശേഷം ആണോ ഡോർ ഓഫ് ഫെയ്ത്ത് എന്നുള്ള സ്വന്തം മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്? അതെ, സ്വന്തം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ ഷാമ്പാക്കിൻ്റെ അവിടുത്തേത് കഴിഞ്ഞ് തീരാറായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. നിനക്ക് ന്യൂയോർക്കിലൊരു വേലയുണ്ട്. അതായത് 6 വർഷം ഞാൻ യാത്ര ചെയ്ത്, എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് സ്കൂളിൽ പഠിക്കണം,
ഞാൻ എല്ലാ ആഴ്ചയിലും അങ്ങനെ അങ്ങ് പോയാൽ ഒക്കത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഉള്ളതായ ഒരു 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 പാസ്റ്റർ, ഇവിടുത്തെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. പാസ്റ്റർ സ്റ്റാൻലി കിഡ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇവിടുത്തെ പാസ്റ്റർ വിളിച്ചു. ഞാൻ അവിടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹസ്ബൻഡും വൈഫും അവിടെ വന്നിരുന്നു. എന്നോട് പറഞ്ഞു, നീ ഞങ്ങളുടെ പള്ളിയിൽ വന്നൊന്ന് പ്രസംഗിക്കണേന്ന്. അത് അന്നത്തെ ഡോർ ഓഫ് ഫെയ്ത്തിൻ്റെ പാസ്റ്ററായിരുന്നു, പാസ്റ്ററും ഭാര്യയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഞാനൊരു ഡേറ്റ് കൊടുത്തു. ഞാൻ ആ ഡേറ്റ് കൊടുത്തു. അത് എത്ര, ഞാൻ ചില ആഴ്ചകൾ കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് കൊടുത്തു. അന്ന് എനിക്ക് പലയിടത്തും മീറ്റിങ്ങുകളുണ്ട്. ആ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നുടനെ ഇതിൻ്റെ സ്ഥാപക ഒരു സ്ത്രീയാണ്. അവർ അമേരിക്കയിൽ നിന്ന് ഹവായി പോയി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഹവായിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക, ന്യൂയോർക്കിൽ വന്നിരിക്കുക. അവർ തറയെ കവണ് കിടന്ന് പ്രാർത്ഥിക്കുക, ഈ സഭയിലേക്ക് ഒരു നല്ല പാസ്റ്ററെ അയക്കണേ. അന്നേരമാണ് ഞാൻ അങ്ങോട്ട് ടെലിഫോൺ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മിനിസ്ട്രിയിലാണ് ഷാംപാക്ക് രക്ഷിക്കപ്പെട്ടെന്ന ഈ ഡോർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മിറക്കിൾ ടെമ്പിൾ ഷാംപാക്കിൻ്റെ, അവരങ്ങോട്ട് സന്തോഷിക്കാൻ തുടങ്ങി. അയ്യോ, അവന് എനിക്കറിയാവുന്ന, അവൻ നേവിയിലുണ്ടായിരുന്നപ്പോഴേ അവിടെ വന്ന് രക്ഷിക്കപ്പെട്ട കൊച്ചനാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും ദൈവം അങ്ങ് വഴിയൊരുക്കി. ഞാൻ അവരുടെ പള്ളിയിൽ പോയി പ്രസംഗിച്ചു. അച്ഛൻ തന്നെ ആകെപ്പാടെ 8-10 പേരേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും അവിടെ ആളൊന്നുമില്ല. ഏതായാലും അവരന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് അവരങ്ങ് ഹവായിക്ക് പോയി. എന്നോട് പോലും ചോദിക്കാതെ അവർ പറഞ്ഞു, ദിസ് ഈസ് യുവർ ന്യൂ പാസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ച് അവരങ്ങ് പോയി. അങ്ങനെ അത് ഒരു ദൈവം നടത്തിപ്പായിരുന്നു. ആ ചർച്ചിൽ ഒന്നുമില്ല, 8-10 പേരുണ്ട്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കർത്താവ് നടത്തുമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, അതിൻ്റെ ഞാനവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ശമ്പളമൊന്നുമില്ല. എന്നാൽ ദൈവം സഹായിച്ച് ഷിക്കാഗോയിൽ ഞാൻ ഷാംപാക്കിൻ്റെ കൂടെ ആയിരുന്നുണ്ട്. അവരെന്നെ പണസംബന്ധമായിട്ട് വളരെ സഹായിച്ചു. അപ്പോൾ ഇത് ഇപ്പം ഇവിടെ എനിക്ക് അതുമല്ല, ഇവിടെ ഇപ്പം എനിക്ക് പലയിടത്തും മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് യോഗ്യമായിട്ടൊക്കെ അവരെന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ഈ ഇങ്ങനെ മീറ്റിങ്ങൊക്കെ നടക്കുന്നു. പിന്നെ ഇനിയും എന്തുവാ എന്നുള്ള ഒരു സംശയത്തിൽ മുന്നോട്ട് പോവുക. കർത്താവേ, എങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നല്ല ആലോചന, ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കി തരും. അവിടെ പാസ്റ്ററായിട്ടിരുന്ന ഒരു 2-3 മാസം കഴിഞ്ഞുടനെ ട്രഷറർ എൻ്റെ അടുത്ത് വന്ന് പറയുക, ഡോക്ടർ സാമുവൽ, നമുക്കൊരു $675 ആവശ്യമുണ്ട് ഇവിടുത്തെ ഹീറ്റിംഗ് ബില്ല് കൊടുക്കാൻ. ഞാൻ ചോദിച്ചു, കയ്യിലെന്തുകൊണ്ട് ഇവിടെ? പടെ 10-12 പേരുള്ളിടത്ത് തന്നെ. വി ഹാവ് ഓൺലി അബൌട്ട് $70 ഇൻ ദി അക്കൗണ്ട്. ഞാൻ പറഞ്ഞു, കുത്തിയിരുന്ന് പ്രാർത്ഥിയില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഹൃദയവേദനയോടുകൂടെ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ അന്ന് വരുന്ന ഒരു 10-13 പേരുടെ കൂടെ 2 പേരൂടെ അവിടെ വന്നിരിക്കുന്നു, 2 സ്ത്രീകൾ. അല്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ കയ്യിൽ കോണഡിസിൻ്റെ ഒരു ബില്ലുണ്ട്, അത് ഇത്രയും, ആ ബില്ല് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന വരിയിൽ സഹായിക്കണമെന്ന് പറഞ്ഞു. സ്വത്താഴ്ച എടുത്തു കഴിഞ്ഞാൽ വന്ന 2 പെണ്ണുങ്ങളും $300 2 ചെക്ക് അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നു. പിറ്റേ ദിവസം പോയി കോണഡിസിൻ്റെ ബില്ല് കൊടുക്കുകയും ചെയ്തു. അപ്പം എനിക്ക് വലിയ തൃപ്തിയായി. പ്രാർത്ഥിച്ചാൽ ദൈവം കാര്യം നടത്തും. അതിൽ പിന്നെ ആ ചർച്ചിന് ഒരു വിഷമവും പണസംബന്ധമായിട്ടില്ല. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത്, അങ്ങനെ ആ ചർച്ച് പിന്നെ ഞാനവിടെ ഒരു 35 വർഷം പാസ്റ്ററായിട്ടിരുന്നു. ഇപ്പോൾ എന്നെ അവിടെ പാസ്റ്റർ എമിറേറ്റസ് എന്നും പറഞ്ഞു വെച്ചേക്കുക. ഇപ്പോഴും
ഇപ്പോൾ അത് അച്ഛൻ്റെ ഒരു മിനിസ്ട്രിയാണ്. അത് മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. എന്നാലും ഞാൻ അവിടെ പോകുന്നില്ല. എൻ്റെ മോളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോവിഡ് വന്നു, കുറേ പേരൊക്കെ മരിച്ചുപോയി, ആളുകൾ സ്ഥലം വിട്ടുപോയി. ഇതിപ്പോൾ വളരെ കൈവിരലിലെണ്ണാനുള്ള ആളേ ഉള്ളൂ. ഓക്കെ. അതുമല്ല ഞാൻ അവിടെ നിന്ന് മാറിയതോട് കൂടിയിട്ട് എനിക്ക് അവിടെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ നോക്കുന്നു.